സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് മുസ്ലിം സമുദായം കടന്നുപോയ ചില പ്രതിസന്ധികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്നു. അതിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ച ആരംഭിച്ചതുപോലും. അന്ന് ആ സമൂഹം കടന്നുപോയ മറ്റ് ചില പ്രതിസന്ധികൾ കൂടി ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ വീര്യം ചേർന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റസൂലിൻ്റെ അഭാവത്തിൽ മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആനുമായി തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴും പൂർവ്വകാലത്ത് നിബിതങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള മനോധൈര്യവും സ്ഥൈര്യവുമൊക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെ, എന്തോ എവിടെയോ ചോർന്നു പോയതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് മുസ്ലിമീങ്ങൾ മെല്ലെ പ്രവാചകന്റെ അഭാവത്തിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യമായി കൈക്കൊള്ളുന്നത്, ആദ്യമായി എടുക്കുന്നൊരു സ്റ്റാൻഡ് എന്നുള്ളത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ റോമിനെതിരെ നിയോഗിക്കുക എന്നുള്ളതായിരുന്നു. അന്ന് കേളികേട്ട ശക്തരായ റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു പട നയിക്കാൻ വേണ്ടി ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന 10-17 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു പയ്യന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത്. ഇത് വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു, വിമർശിക്കപ്പെട്ടു. പക്വമതികളായ വിശ്വാസികൾ വന്നു അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഏത് അവസരത്തിലാണ് താങ്കൾ ഈ തീരുമാനം എടുക്കുന്നത്? ഒന്ന് ആലോചിക്കാൻ പാടില്ലേ? മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ പടലപ്പിണക്കങ്ങൾ വന്നിരിക്കുന്നു. അത് കണക്ക് തന്നെ വിശ്വാസികൾ ദുർബലരായവർ ഇതിൽ നിന്ന് കളമൊഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം പൊതുസമൂഹത്തിന് അടുത്ത നിലനിൽപ്പിന്റെ ഘട്ടത്തിന് അടിത്തറയിടാൻ വേണ്ടി ശാന്തവും സമാധാനവുമായി അവധാനതയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നതിന് പകരം ഇത്ര തിടുക്കം എന്താണ്? എന്തിനിങ്ങനൊരു സൈനിക നീക്കമെന്ന് പൊതുവിൽ വിമർശനമുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൈനിക നീക്കം ഇത് എൻ്റെ തീരുമാനമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ റോമിലേക്ക് അയച്ചിരുന്നു. അവർ പാതി വഴി പിന്നിടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം കലശലാകുന്നതും റസൂലുള്ളാഹി വഫാത്താകുന്നതും. ആ സന്ദേശം ലഭ്യമായതിനെ തുടർന്നാണ് മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് വെച്ചുകൊണ്ട് ഈ സൈന്യം മടങ്ങി വരുന്നത്. അപ്പൊ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എടുത്തൊരു തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് തുടങ്ങലാണല്ലോ പ്രവാചകന്റെ പകരക്കാരനായി മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഖലീഫ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുമ്പോൾ അതിനെ റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് മറികടക്കാനുള്ള വാദഗതികളങ്ങ് ആരൊക്കെ പക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എന്നാലും ചില ഉപചർച്ചകൾ അവർ മുന്നോട്ട് വെച്ചു. എന്നാലും ഉസാമത്ത് ബിൻ സെയ്ദ് 17 വയസ്സ് ആയിട്ടുള്ളൂ. 50, 60, 70 വയസ്സുള്ള സീനിയറായ പക്വമതികളായ ഒരുപാട് ശഹാബാക്കളുണ്ട് ഈ സൈന്യത്തിൽ. അവരൊക്കെ ഈ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന ചെറുപ്പക്കാരൻ പയ്യന്റെ കീഴിൽ അണിനിരക്കുന്നതും അതെങ്കിലും ഒന്ന് പരിശോധിച്ചൂടെ? അദ്ദേഹത്തെ മാറ്റിയിട്ട് മറ്റാരെങ്കിലും? എത്ര സമർത്ഥന്മാരുണ്ട് ഖാലിദ് ബിൻ വലീദിനെ പോലെ. അത് കണക്ക് എത്ര സമർത്ഥന്മാർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം. ഉമറിനെ സൈന്യത്തിലേക്ക് അയക്കുന്നില്ലെങ്കിൽ പോലും പിന്നെയും ഒരുപാട് പേർ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ പോലെ, അങ്ങനെ ഒട്ടനവധി സീനിയർ സഹാബാക്കൾ നിൽക്കുമ്പോൾ ഈ പയ്യന്റെ കീഴിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രായമായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെയും ചില ചർച്ചകൾ വന്നു. എങ്ങനെയാണ് റസൂലുള്ളാഹി നായകനാക്കിയ ഒരു സൈനികൻ, ആ സൈനികനിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് സൈന്യാധിപത്യം എന്നുള്ളത് എടുത്തു മാറ്റുക? സേനാപതിയായിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചത് റസൂലാണ്. ഈ സൈനിക നീക്കം റസൂലിൻ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈനിക നീക്കത്തിൽ സമ്പൂർണ്ണമായി റസൂലിനനുസരിക്കാനും അള്ളാഹുൽ കാര്യങ്ങൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അള്ളാഹുവിന് റസൂലിന്റെ തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒപ്പം കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നു ഞാൻ. ഇതിന് എന്ത് ബലമുണ്ടായാലും
ഈ സൈനിക നീക്കം കൊണ്ട് ഇതുവരെയുള്ള വിശ്വാസികളുടെ വീര്യം നഷ്ടപ്പെട്ടു പോയ സഹാബക്കൾക്ക് വീര്യം നിറക്കാൻ കഴിയുമോ? അതേ അമ്പയെ പരാജയപ്പെട്ട് മുസ്ലിം സമൂഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം പോലും നഷ്ടപ്പെട്ടു പോയിട്ട് മുസ്ലിമുകൾ ചിതറിപ്പോകുമോ എന്നുള്ളതൊക്കെ പടച്ചവന്റെ പക്കലാണ്. ഞാൻ അള്ളാഹുവിൽ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് റസൂലിനെ അനുസരിക്കുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമർപ്പണമാണ് ഇസ്ലാം റസൂലിന് ശേഷം മുസ്ലിമീങ്ങൾ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റത്തിന് തുടക്കം എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗാനന്തരം മുസ്ലിം പൊതുസമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ വീര്യം എന്നുള്ളത് ഈ റോമനെതിരെയുള്ള പടനീക്കവും അതിലുള്ള മുസ്ലിമീങ്ങളുടെ വിജയവുമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനുള്ള വിജയം അത് വലിയ നിലയിൽ വിശ്വാസികൾക്കിടയിൽ വലിയ ധൈര്യം ഉണ്ടാക്കുകയും ഇസ്ലാമിൽ നിന്ന് പിന്നിട്ട് നിന്നവരെയും അതേകണക്കിന് ഇസ്ലാമിലേക്ക് ഇനി പോകണമോ, ആ മതം കൊള്ളാം, ആ വിശ്വാസം കൊള്ളാം, ഇനി അങ്ങോട്ട് നമ്മൾ കടന്നു ചെല്ലണമോ എന്ന് ആശങ്കപ്പെട്ടവർക്ക് പോലും പ്രതീക്ഷയും പ്രത്യാശയും നൽകിയിട്ടുണ്ടായിരുന്നു റോമിനെതിരെയുള്ള ഈ സൈനിക നീക്കം എന്നുള്ളതാണ് ചരിത്ര വസ്തുത എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കൂ, വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്ന തവക്കുലുണ്ടല്ലോ, അള്ളാഹുവിൽ കാര്യങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു തീരുമാനം, അത് ചരിത്രത്തിന്റെ വലിയ ഗതി തന്നെ മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ കഴിവ് കൊണ്ടാണ്, മികവ് കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ, നമ്മുടെ മഹല്ല് കാര്യങ്ങളിലാകട്ടെ, മുസ്ലിം പൊതുസമൂഹത്തിന്റെ കാര്യത്തിലാകട്ടെ, രാജ്യ താല്പര്യങ്ങളുടെ വിഷയത്തിലാകട്ടെ, ഏതൊരു കാര്യങ്ങളിലും നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, നമുക്ക് മുന്നോട്ടുള്ള വഴികൾ നമ്മൾ തുറന്നു വെക്കുന്നത് നമ്മുടെ സാമർഥ്യം കൊണ്ടാണ്, നമ്മുടെ മിടുക്ക് കൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോവുകയും നമ്മൾ വല്ലാതെ വിരണ്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കൂടുതൽ സംഭവിക്കുക. സത്യത്തിൽ എവിടെയും ഏത് സാഹചര്യത്തിലും കാര്യങ്ങൾ നീക്കുപോക്ക് നടപ്പിലാക്കുന്നത് റബ്ബിന്റെ തീരുമാനമാണ്. നീ അള്ളാഹു വിചാരിക്കാതെ, അള്ളാഹു തീരുമാനിക്കാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടായാൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിൽ സമർപ്പിക്കപ്പെടും. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുമ്പോഴാണ് ലോകത്ത് ചരിത്രമുണ്ടാവുക. അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ വിജയം നമ്മുടെ കൂടെ ഉണ്ടാകും. അറേബ്യയുടെ നാഗരികതയുടെ പോലും നോക്കൂ നിങ്ങൾ, അറേബ്യയുടെ നാഗരികത ജന്മം കൊള്ളുന്നത് പോലും കിബിത്തി അടിമപ്പെണ്ണായ ഒരു കാപ്പിരി സ്ത്രീയുടെ തവക്കുൽ നിന്നല്ലേ, ഒരു സമർപ്പണത്തിൽ നിന്നാണ് അറബികളുടെ ചരിത്രം തുടങ്ങുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്, ഈ സെമറ്റിക് മതങ്ങളുടെയൊക്കെ തറവാടെന്ന് പറയാൻ കഴിയുന്നത് ഇബ്രാഹിം കുടുംബമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിലെ തന്നെ ഒരു വർഷത്തിൽ നിന്നാണ് അറബികളുടെ ചരിത്രം തുടങ്ങുന്നത്. കിബിത്തി അടിമപ്പെണ്ണായ ഹാജറിനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവാഹം കഴിക്കുകയും ആ വിവാഹത്തെ തുടർന്ന് അള്ളാഹുവിൽ നിർദ്ദേശമുണ്ടായി. ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് ജനിക്കുന്ന മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തന്റെ ഭാര്യയെയും വിളിച്ചുകൊണ്ട് മക്ക എന്ന താഴ്വരയിൽ, ഒരു മനുഷ്യൻ പോലും അന്ന് വസിക്കാൻ താല്പര്യപ്പെടാത്ത, മനുഷ്യവാസത്തിന് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരു നാട്, ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർഅ ഇൻദ ബൈതിക്കൽ മുഹറം, വിശുദ്ധ ഖുർആൻ അല്ലാഹു സംസാരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം, അല്ലാഹുവേ, മനുഷ്യന് വസിക്കാൻ കഴിയാത്ത ഭൂമിയിൽ, മനുഷ്യന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, ഭക്ഷണമില്ല, വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത ഈ ദേശത്ത് ഞാൻ എന്റെ കുടുംബത്തെ വിട്ടുപോകുന്ന റബ്ബേ, നിന്റെ കൽപ്പനയാണ്, നിന്നെയാണ് ഏൽപ്പിക്കുന്നത് എന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയെയും സന്താനത്തെ ഉപേക്ഷിച്ചു പോവാണ്. ഏതാനും ചില കാരക്കകൾ കഴിക്കാൻ, കുറച്ച് വെള്ളം കുടിക്കാൻ എത്ര ദിവസം കടന്നു പോകും, എത്ര ദിവസം മുന്നോട്ട് പോകും? തന്റെ ഭാര്യയും തന്റെ കുഞ്ഞും ഈ വെയിലത്ത്, ഈ പൊരുവെയിലത്ത് വിശന്നും ദാഹിച്ചും മരിച്ച് കരിവാടുകൾ പോലെ ഉണങ്ങിക്കിടന്നാലും അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മടങ്ങി വന്നവരെ കാണാൻ പോലും കഴിയില്ല എന്നറിഞ്ഞിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടന്നു. ആ തിരിച്ചു നടപ്പ് കണ്ടപ്പോൾ തന്നെ പന്തികേട് മനസ്സിലാക്കി ഹാജർ വിളിച്ചു ചോദിച്ചു, എന്തേ മിണ്ടാതെ പോകുന്നു എന്ന്? ഞങ്ങളോട് എന്തേ മിണ്ടാതെ പോകുന്നു? ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ വിട്ടുപോവുകയാണോ എന്ന്? ആ താഴ്വരയിൽ വെറും മാമരങ്ങൾ പോലും ഇല്ലാതെ വെറും മലകളും കുന്നുകളും മാത്രമുള്ള ആ മണ്ണിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു ചോദിക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞില്ല, തന്റെ ഭാര്യയിലേക്കും കുഞ്ഞിലേക്കും തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. നോക്കിയാൽ കണ്ണീർ വന്നു പോകും, അത്രയും സങ്കടമുണ്ട് ഒരു പിതാവിന്, ഒരു ഭർത്താവിന്. ഇബ്രാഹിം നബി അലൈഹി നടന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് ചോദ്യം ആവർത്തിച്ചിട്ടും മറുപടിയില്ല. അള്ളാഹു പറഞ്ഞിട്ടാണോ വിട്ടുപോകുന്നത് എന്ന് ഹാജറിന്റെ ചോദ്യം. അള്ളാഹുവാണോ പറഞ്ഞത് എന്ന്? അതിന് മാത്രം മറുപടി അതെ, അള്ളാഹുവാണ് പറഞ്ഞത് എന്ന്. എന്നാൽ ധൈര്യമായി പൊക്കോളൂ, ഇതെല്ലാം എന്നാൽ അള്ളാഹു നമ്മളെ പാഴാക്കി കളയില്ല, അള്ളാഹു നമ്മളെ നോക്കിക്കോളും, നിങ്ങൾ പൊക്കോളൂ എന്ന്. അതാണ് മറുപടി പറയുന്ന ഹാജർ. അവിടെ നിന്നാണ് ഈ കിബിത്തികൾ അന്ന് അടിമകളാ. പിന്നീട് വന്ന ഫറോവയുടെയൊക്കെ ഉപ്പാപ്പമാരുടെ പരമ്പരയിലുള്ള സ്ത്രീയാണ് ഹാജർ.
കിബ്തി അടിമ സ്ത്രീയായ ഹാജറിന്റെ ത്യാഗത്തിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും അറബികളുടെ ചരിത്രം തുടങ്ങുന്നു ആ മണ്ണിൽ. പിന്നെയുള്ള ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കുമ്പോൾ തവക്കുൽ, അള്ളാഹുവിൽ കാര്യങ്ങൾ സമർപ്പിച്ച ഒരു സമൂഹത്തിന്റെ ചരിത്രമാണിത്. പിന്നെയുള്ള കാര്യങ്ങൾ മാറിയതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തോടുകൂടി ലോകത്തേക്ക് ഏറ്റവും ആകർഷിക്കപ്പെടുന്ന നാടായിട്ട് ആ 67 വരെ മാറി. അറേബ്യ മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു സ്ത്രീയുടെ സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കടന്നു പോകേണ്ടി വരും. മനുഷ്യന്റെ ജീവിതമാണെങ്കിൽ പ്രശ്ന സങ്കീർണമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് മാത്രം. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല. എല്ലാ മനുഷ്യനും പ്രശ്നമുണ്ട്. ആരാ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നിട്ടില്ല. ഒരു പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടില്ല. വിജയമല്ലാത്തതൊന്നും ഞാൻ നുണഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരാ ഇവിടെ ഉള്ളത്? നമ്മൾ തോറ്റുപോയവരാണ് കൂടുതലും. ഒരുപാട് സങ്കടങ്ങളുമായി ഇപ്പോഴും ഇരിക്കുന്നവരാണ് നമ്മൾ. സന്തോഷം വിരുന്നുകാരനെ പോലെ വല്ലപ്പോഴും വന്നു പോയപ്പോ സങ്കടങ്ങൾ വീട്ടുകാരനെ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതാ ജീവിതം എന്നുള്ളത്. പൊള്ളുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഓരോ മനുഷ്യനും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഓരോ സാഹസികമായ ചില പ്രവർത്തനങ്ങളോട് മനുഷ്യൻ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുക. ഈ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ജിബ്രാൻ പറഞ്ഞതുപോലെ, ഹലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് ത്രില്ലുകൾ നിറഞ്ഞിട്ടുള്ള സസ്പെൻസുകളുള്ള ഒരു ഗെയിം പോലെയാണ് മനുഷ്യന്റെ ജീവിതം. അറിഞ്ഞു കളിച്ചാൽ ജീവിതത്തെ പോലെ മനോഹരമായ ഒരു ഗെയിമും ലോകത്തില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു വെക്കുന്ന ഓരോ ടാസ്കുകളാണ് ജീവിതം. ഓരോ ഘട്ടത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത് വലിയ പ്രശ്നമാണ്, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. ആ പ്രശ്നം മറികടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് ശ്രമങ്ങൾ പ്രതാപിലായി പോകും. എല്ലാത്തിനും ഒടുവിൽ നമുക്ക് ആശ്വാസം പോലെ നമ്മൾ അതിൽ പുറത്തു കിടക്കുമ്പോൾ പിന്നെ അടുത്ത പ്രശ്നങ്ങളായി. ഈ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീർന്ന മനുഷ്യനെ കാണാൻ കഴിയില്ല. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയവനെയും കാണാൻ കഴിയില്ല. ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടാകും. തളർന്നു പോകാൻ പാടില്ല, വാടിപ്പോകാൻ പാടില്ല. മനുഷ്യരെ നമ്മൾ തളർന്നു പോകാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്ക്, പടച്ചവനെ ഏൽപ്പിക്ക്. അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ തന്നെ ശാന്തത ഉണ്ടാകില്ലേ, സമാധാനം ഉണ്ടാകില്ലേ. ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ വലിയ നിലയിൽ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ആത്മഹത്യ? ഈ സിറ്റിക്കകത്ത് അടുത്ത കാലത്ത് ഒരു കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് കൂടിയപ്പോൾ ചർച്ച വന്നപ്പോൾ ആ ഭാഗത്ത് പ്രധാനമായി എടുത്തു പറഞ്ഞതാണ്, ഇതിനിടയിൽ കമലേശ്വരത്തിനിടയിൽ ഒരാൾ ആത്മഹത്യ, ഒരു കച്ചവടക്കാരൻ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു എന്നതാണ്. എല്ലാ മനുഷ്യൻ ജീവിതത്തിലും പ്രശ്നമുണ്ട്. ഈ സമാനമായ പ്രശ്നങ്ങൾ മനുഷ്യൻ മരണത്തെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. മരിക്കാനുള്ള വെമ്പല്ല മനുഷ്യനാണ്. ദ ഫൈനൽ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി അമേരിക്കയിൽ. ദ ഫൈനൽ എക്സിറ്റ്, അവസാന വഴി, മരണത്തിന്റെ വിവിധ രൂപങ്ങൾ, എങ്ങനെ ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഇത് ഹെംലക് എന്നതിന്റെ പേര്, അതുപോലും ആത്മഹത്യക്ക് വേണ്ടി സോക്രട്ടീസ് ഉപയോഗിച്ചിട്ടുള്ള വിഷച്ചെടിയുടെ പേരാണ്. ഹെംലക് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി ലോകത്ത് മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനം. ഡെറക് ഹംഫ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം. അയാളുടെ പുസ്തകമാണ് ദ ഫൈനൽ എക്സിറ്റ്. ആ പുസ്തകം ആ വർഷം അമേരിക്കയിൽ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായി മാറി. ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു സമൂഹം ഒന്നടങ്കം മരണത്തെ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിക്കുകയും അത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തൊരു സമൂഹം നമുക്കിടയിൽ. പ്രതിവർഷം 1.5 ലക്ഷത്തോളം ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഇന്ത്യയിൽ നമ്മൾ ജീവിക്കാണ്. എന്താ? ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നില്ല. അപമാനങ്ങൾ, കടങ്ങൾ, കടബാധ്യതകൾ, പരാജയങ്ങൾ, തോൽവികൾ, തൊഴിൽ നഷ്ടങ്ങൾ, പരീക്ഷ പരാജയങ്ങൾ, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നമ്മൾ നിസ്സാരമായ ചില കാരണങ്ങൾ ഊതിപ്പെരുക്കിയിട്ട് ഈ മനം നൊന്ത് മനുഷ്യൻ ജീവിതം മടുത്ത് ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. തളർന്നു പോകാൻ പാടില്ല മനുഷ്യൻ. എവിടെ മനുഷ്യരെ നിങ്ങൾക്ക് സുഖമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന, നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന, നിങ്ങൾക്ക് എപ്പോഴും വിജയം മാത്രം നൽകുന്ന ഒരു ലോകമാണ് ദുനിയാവെന്ന് എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? അത് സ്വർഗമാണ് മനുഷ്യരെ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഊൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കുമെങ്കിൽ ഇതിന്റെ പേര് ദുനിയാവെന്നല്ല, സ്വർഗമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിക്ക് ദുനിയാവ് പോവില്ല. നിങ്ങൾ നിശ്ചയിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ പ്ലാനും പദ്ധതിയുമായി ഇറങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് അങ്ങേയറ്റത്തെ സമർപ്പണത്തോടെ ആത്മാർത്ഥമായി നിങ്ങൾ ഇടപെട്ടിട്ടും പരാജയപ്പെട്ടു പോകും. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിങ്ങളുടെ മകന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കോടികൾ മുടക്കി നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയാലും ശേഷം മരണപ്പെട്ടു പോകും. അവിടെയും പരാജയം സംഭവിക്കും. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളുടെ പ്ലാനും പദ്ധതിയും തകർത്തുകൊണ്ട് പടച്ചവന്റെ തീരുമാനം നടക്കും.
അതിൽ സംശയം വേണ്ട. അതുകൊണ്ട് നഷ്ടങ്ങൾ വരും, പരാജയങ്ങൾ വരും, എല്ലാം സംഭവിക്കും, ജീവഹാനികൾ വരും, വൈകല്യങ്ങൾ നമ്മളെ തേടി വരും. എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ കണ്ണുകൾക്ക് ഒരു ദിവസം മറ വീഴും. ഒരു പക്ഷേ നേരം വെളുത്തെഴുന്നേൽക്കുമ്പോഴും നമുക്ക് ഇരുട്ട്, ഒന്നും കാണാൻ കഴിയുന്നില്ല. നേരം വെളുത്തില്ല എന്ന് നിങ്ങൾ കണക്കാക്കണ്ട. അള്ളാഹു നിങ്ങളുടെ കണ്ണുകൾ കണ്ടത ഇട്ടിരിക്കുന്നു, ഇനിമേൽ കാണാൻ കഴിയില്ല. എല്ലാം കണ്ടവൻ സ്വന്തം മകന്റെയും ഭാര്യയുടെയും ആ മുഖങ്ങൾ കണ്ടു സന്തോഷിച്ച നമ്മുടെ അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹത്തിന്റെ വണ്ണം നമ്മൾ മനസ്സിലാക്കുമ്പോ ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുഖങ്ങൾ കൈകൊണ്ട് തപ്പിയല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഗതികേട് വരുമ്പോ എല്ലാം അവസാനിപ്പിക്കാമെന്ന് കണക്കാക്കാൻ പാടില്ല. അങ്ങനെ പാടില്ല. മനുഷ്യൻ അല്ലാഹു നിർണയിക്കുന്ന ഒരു ജീവിതമുണ്ട്, നിശ്ചയിക്കുന്ന ജീവിതം. ഇതിൽ പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തിന് മുമ്പ് ഒരു ജീവിതത്തെ സംവിധാനിച്ചു അല്ലാഹു, ശേഷം മരണത്തെയും സംവിധാനിച്ചു. എന്തിനാ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ആരാ നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഭൂമിയെ സംവിധാനിച്ചതുപോലെ മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പലതും നുണയാൻ നിങ്ങളെ കൊണ്ടാവില്ല. പല അനുഗ്രഹങ്ങളും ആസ്വദിക്കുമ്പോൾ നിങ്ങൾ മതിമറന്നു പോകാറുമുണ്ട്. ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്നിന് പുറകെ ഒന്നായി വരും, തളരാൻ പാടില്ല. അള്ളാഹുൽ കാര്യങ്ങൾ അർപ്പിക്കൂ. പടച്ചവൻ നിശ്ചയിച്ചതല്ലാതെ ഭൂമിയിൽ നടക്കില്ല. എന്റെ ജീവിതത്തിന്റെ തിരക്കഥ അത് രചിച്ചിട്ടുള്ളത് പടച്ചവനാണ്. എന്ത് നടക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് റബ്ബിൽ സമർപ്പിക്കാൻ കാര്യങ്ങൾ. എന്റെ ഭക്ഷണം നിങ്ങൾക്ക് ആർക്കും കഴിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് ലോകത്ത് ഏറ്റവും വലിയ ശാന്തി ഉണ്ടായത് എന്ന് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. എന്റെ ഭക്ഷണം നിങ്ങൾക്ക് ആർക്കും കഴിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ അവിടെയാണ് എന്റെ തവക്കുൽ പൂർത്തീകരണം ഉണ്ടായത് എന്ന്. ഒരിക്കലും കഴിയില്ല. എനിക്ക് നിശ്ചയിച്ച ഭക്ഷണം, ഞാൻ കഴിക്കേണ്ട ഭക്ഷണം ആര് വിചാരിച്ചാലും കഴിക്കാൻ കഴിയില്ല. ഇനി ഞാൻ പണിയെടുത്താലും ഇല്ലെങ്കിലും എന്റെ ഭക്ഷണം ഞാൻ കഴിച്ചേ പറ്റൂ. അത് ഞാൻ കഴിക്കുക തന്നെ ചെയ്യും. അത് ഞാൻ കട്ടെടുത്ത് കഴിക്കണേക്കാളും ഹലാലായ മാർഗത്തിൽ അള്ളാഹുവിന്റെ കയ്യിലെത്തിക്കില്ലേ? മാന്യമായി കഴിച്ചുകൂടെ? എനിക്ക് നൽകപ്പെടേണ്ട സ്വത്ത് എനിക്ക് കിട്ടേണ്ടതേ കിട്ടൂ. അതിന് അന്യായമായ വഴികൾ നമ്മൾ തിരയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്റെ ഭക്ഷണം മറ്റാരും കഴിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഞാനെന്തിന് ഭയക്കണം? എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്റെ നഷ്ടങ്ങൾ, എന്റെ പരാജയങ്ങൾ, എന്റെ തോൽവികൾ എല്ലാം റബ്ബിന്റെ തീരുമാനമാണെന്നിരിക്കുമ്പോ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ, എനിക്ക് നീ മതി റബ്ബേ എന്ന് പറയാൻ കഴിയണം. എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കാൻ കഴിയണം. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു തയ്ർ തഖദു ഖിമാസൻ വതറൂഹു ബിതാന എന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ആത്മാർത്ഥമായിട്ട് വേണ്ട വിധത്തിൽ നിങ്ങളുടെ കാര്യങ്ങളെ അല്ലാഹുവിൽ നിങ്ങൾ സമർപ്പിക്കുന്ന പക്ഷം, അടിയുറച്ച പടച്ചവനുള്ള വിശ്വാസം, നന്മയോ തിന്മയോ ദുനിയാവിൽ നടക്കുന്നതെന്തും റബ്ബിന്റെ തീരുമാനമെന്ന ബോധ്യം, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടൊരു വിശ്വാസി എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ പടച്ചവനിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ പക്ഷികൾക്ക് അന്നമിടുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു ഊട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കണ്ടിട്ടില്ലേ പക്ഷികളെ? തഖദു ഹിമാസൻ വതറൂഹ ബിതാന. ഒഴിഞ്ഞ വയറുകളുമായി പ്രഭാതത്തിൽ പറന്നുയരുന്ന പക്ഷികൾ കൂടണയുമ്പോൾ ഉണ്ടി നിറഞ്ഞ വയറുകളുമായി പറന്നിറങ്ങാറുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം ഉണ്ടായത്? അവരെവിടെയാ വിതച്ചത്? എവിടെന്നാ കൊയ്തത്? എല്ലാം അല്ലാഹു കൊടുക്കുന്നതാണ്. പക്ഷികൾക്ക് നിറവയറോടെ അവർ കൂട്ടിലേക്ക് പറന്നിറങ്ങുന്നുണ്ടെങ്കിൽ, ഒഴിഞ്ഞ വയറുമായി ഉയർന്ന പക്ഷികൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയവൻ നാഥനാണെങ്കിൽ, അള്ളാഹുവാണെങ്കിൽ, ആ റബ്ബ് യഥാപതി അള്ളാഹുവിന് സമർപ്പിക്കുന്നവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ഏത് പ്രതിസന്ധിയിലും തളരാൻ പാടില്ല, വാടിപ്പോകാൻ പാടില്ല. വല തഖ്നതു മിൻ റഹ്മത്തില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ പാടില്ല. ഏത് പ്രതിസന്ധിയിലും റബ്ബുണ്ട് കൂടെ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഇദ്ഹുമാ സാനി ഇസ്നൈനി. രണ്ടുപേരായി ഒരാളായി റസൂൽ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരേ ഉള്ളൂ. അവിടെ രണ്ടുപേരെ ആ ഗുഹയ്ക്കകത്തുള്ളൂ. ആ ഗുഹാമുഖത്ത് വലയം ചെയ്ത ശത്രുക്കളൊന്നും കുനിഞ്ഞു നോക്കിയാൽ ഗുഹയ്ക്കകത്തുള്ള നബിയെയും അബൂബക്കറിനെയും കാണുകയും രണ്ടുപേരെയും ക്രൂരമായി വധിക്കുകയും ചെയ്യുമെന്ന സാഹചര്യത്തിൽ പോലും റസൂലെ അവർ കണ്ടുപോയാൽ എന്ന് ഭയന്ന അബൂബക്കറിനോട് രണ്ടിൽ രണ്ടാമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരല്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ 3 പേരുണ്ടല്ലോ എന്ന്. നമ്മൾ 3 പേരുണ്ട് അബൂബക്കറെ. നമ്മൾ കൂടെ ഉള്ളത് അല്ലാഹുവാണ് എന്ന്, നമ്മുടെ കൂടെയുള്ളത് അല്ലാഹുവാണ് എന്ന് പറഞ്ഞ റസൂൽ, ആ റസൂലിന്റെ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ. ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഈ ആലോചന വെക്കണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ട, അല്ലാഹു കൂടെയുണ്ട്. നിങ്ങൾ സങ്കടപ്പെടരുത്. ആ ആയത്ത് ഇത്ര അർത്ഥമുള്ള ആയത്താണ്. റസൂലിന്റെ ചരിത്രം എടുത്തു വെച്ചിട്ട്, ലോകത്ത് ഒരു മനുഷ്യൻ കടന്നുപോയ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മൂർധന്യതയിൽ റസൂൽ നിൽക്കുകയാണ്.
അതിനുശേഷമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ മോചനങ്ങളും വിജയങ്ങളും കടന്നു വന്നു തുടങ്ങിയത്. അവസാനത്തെ പണി ഹിജ്റ എവിടെ തുടങ്ങിയതാ? 40-ാം വയസ്സിൽ റസൂലുള്ളാഹി നുബുവത്തിന്റെ പ്രഖ്യാപനം നടത്തി അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് മുതൽ 13 വർഷക്കാലം പ്രവാചകൻ അനുഭവിച്ച നരകയാതനകൾ, ഒന്നിനു പിറകെ ഒന്നായി നഷ്ടങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി സങ്കടങ്ങൾ. എത്ര ക്രൂരമായ ആ സമൂഹം പ്രവാചകൻ കൈകാര്യം ചെയ്തത്. അതിനോടൊപ്പം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വേറെ. ശത്രുക്കൾ ക്രൂരമായി റസൂലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടുമ്പോ മറുഭാഗത്ത് റബ്ബിന്റെ തീരുമാനം, റബ്ബിന് സഹായമല്ലേ ഇറങ്ങേണ്ടത്? എന്താ റബ്ബിന്റെ തീരുമാനം? ഖദീജയെ എടുക്കുന്നു, തിരിച്ചു വിളിക്കുന്നു. അബൂ ത്വാലിബിനെ തിരിച്ചു വിളിക്കുന്നു. അള്ളാഹു റസൂലിനോടൊപ്പം തോളോട് തോൾ നിൽക്കേണ്ട യാസിറിന്റെ കുടുംബത്തെ എടുക്കുന്നു. അങ്ങനെ എത്ര പേർ റസൂലിന്റെ മുമ്പിൽ വിട പറഞ്ഞു പോയി. മരണങ്ങൾക്ക് മൂകസാക്ഷിയായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. സങ്കടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി. സ്വന്തം നാട്ടിൽ പോലും സ്വൈര്യമായി ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നാടുവിടേണ്ടി വന്ന ആ ഘട്ടത്തിൽ പോലും റസൂലുള്ളാഹിയെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ ഇരച്ചുപായുന്ന നിമിഷം, ആ നിമിഷത്തിൽ റസൂൽ പറഞ്ഞ വാക്കാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന്. ദുഃഖിക്കല്ലേ അബൂബക്കറെ, അല്ലാഹു കൂടെയുണ്ട് എന്ന്. ആ ഘട്ടത്തിൽ റസൂൽ പറഞ്ഞ വാക്ക ലോകത്ത് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വിശ്വാസിയും ഹൃദയത്തിൽ വരച്ചിടേണ്ട വാക്ക് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത്, അല്ലാഹു കൂടെയുണ്ട് എന്ന്. ഈ വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകണം. നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകാൻ ഇതിലും വലിയ വാക്കില്ല ഖുർആനിൽ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് ഇതെപ്പോഴും ഓർമ്മ വേണം. ഏത് സങ്കടക്കടലിൽ നമ്മൾ ചെന്ന് വീണാലും, എത്ര വലിയ ദുഃഖത്തിലേക്ക് പതിച്ചു പോയാലും സങ്കടം വേണ്ട, അല്ലാഹു കൂടെയുണ്ട് എന്ന്. ഈ ഭൗതികമായ ചില മാനദണ്ഡങ്ങൾ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. ഇവിടെ നമുക്ക് വിജയം വരില്ല, നഷ്ടവും പരാജയവും മാത്രമേ ഉള്ളൂ എന്ന് കണക്കാക്കുന്നിടത്ത് പോലും അള്ളാഹു കൂടെയുണ്ട് എന്ന വിശ്വാസം നമുക്ക് വിജയം കൊണ്ടുവരും. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചോട്ടിൽ, അതിന്റെ ചോലയിൽ വിശ്രമിക്കാൻ വേണ്ടി ഉറങ്ങുമ്പോൾ തന്റെ വാളൂരി ആ മരച്ചില്ലയിൽ തൂക്കി വിശ്രമിക്കുമ്പോൾ കടന്നു വന്നൊരു ശത്രു റസൂലിന് സുഖമായി ഉറങ്ങുന്ന ആ വേളയിൽ റസൂലിന്റെ വാള് വലിച്ചൂരി ഉറയിൽ നിന്ന് ഊരിയിട്ട് നീട്ടിപ്പിടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് റസൂൽ ഉണരുന്നത്. റസൂൽ ഉണർന്നു നോക്കുമ്പോൾ ഒരു ശത്രു മുമ്പിൽ നിൽക്കാണ്. അടുത്ത സഹായത്തിന് ആരുമില്ല. ഒറ്റപ്പെട്ടു പോയ സന്ദർഭം, ശത്രുവിന്റെ കയ്യിൽ ആയുധവും വെട്ടി അരിഞ്ഞാൽ തന്റെ കഴുത്തിൽ തലയുണ്ടാവില്ല എന്ന് വാൾമുനയിൽ നിൽക്കുന്ന റസൂലിനോട് അയാൾ ചോദിച്ചു, മൻ യംനഉക മിന്നി എന്ന്, നിങ്ങളെ ഇന്ന് രക്ഷിക്കാൻ ആരുണ്ടാകുമെന്ന്. ഈ വാൾമുനയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരെ കൊണ്ടാണ് സാധ്യമാകുന്നത് എന്ന് റസൂലിനോട് ചോദിക്കണയാൾ. ഈ ഘട്ടത്തിൽ എന്താ ചെയ്യാൻ കഴിയുക? ആയുധം ശത്രുവിന്റെ കയ്യിലാണ്, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ആർക്കും ഇവിടെ സഹായിക്കാൻ വരാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിസാഹസികമായി കൈകൾ കൊണ്ട് ആയുധവുമായി നിൽക്കുന്നവനോടെതിരെ പോരാടിയിട്ട് ആയുധം സ്വന്തമാക്കി കീഴടക്കിയിട്ട് തിരിച്ചുവിട്ടാൻ കഴിയണം. അത്രയും വലിയ സാഹസികത നടക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ പോലും റസൂലിന്റെ മറുപടി എന്തായിരുന്നു? അല്ലാഹ്, എന്നെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട് എന്ന്, നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട് എന്ന്. ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ഈമാനിൽ ഉറച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ വാക്ക്, ആ വാക്കിന് അല്ലാഹു കൊടുത്ത സ്വീകാര്യതയാണ് ആ മനുഷ്യന്റെ പതർച്ച എന്നുള്ളത്. അയാൾ പതറിപ്പോയില്ല ആ വാക്ക് കേട്ടിട്ട്. അയാളെ ഹൃദയത്തിൽ മഹാപത്തുണ്ടാക്കിയത് ഭയം നിക്ഷേപിച്ചതാരാ? റബ്ബിന്റെ ഇടപെടലാണ്. അല്ലാഹുവിന്റെ ഇടപെടൽ ആ മനുഷ്യന്റെ ഹൃദയവും ശരീരവും വിറച്ചു പോയിട്ട് ആയുധം കയ്യിൽ നിന്ന് വീണു പോയപ്പോ റസൂൽ എടുത്തിട്ട് മൻ യംനഉക മിന്നി, നിന്നെ രക്ഷിക്കാൻ ഇനി ആര് വരുമെന്ന്, നിന്നെ ഇനി രക്ഷിക്കാൻ ആര് വരുമെന്ന്, ആയുധം എന്റെ കയ്യിലാണ്. നിങ്ങളുടെ മനസ്സിന്റെ വിശാലതയുണ്ടെങ്കിൽ ഞാൻ വീട് ചെന്ന് ചേരും, ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ അവസാനിക്കുമെന്ന് പൊക്കോളാൻ, അന്തിമയങ്ങും മുമ്പ് വീട്ടിൽ ചെന്നോളാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞു വിട്ടു. അത്ഭുതത്തോടെ ആ മനുഷ്യൻ കടന്നുപോയി. എത്ര നല്ല മനുഷ്യന്റെ അടുത്ത് നിന്നാണ് ഞാൻ വന്നത് എന്ന് കുടുംബത്തോട് പറഞ്ഞിട്ട് കുടുംബസമേതം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂലിന്റെ പെരുമാറ്റം, റസൂലിന്റെ തവക്കുൽ നോക്കൂ. ഈ ഭൗതികമായ ഒരു ആനുകൂല്യവുമില്ല, ഒരു മുൻതൂക്കവുമില്ല, ഒരു എഡ്ജ് പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും റസൂൽ പറഞ്ഞൊരു വാക്ക് വെറും വാക്കല്ല, അത് വിശ്വാസത്തിൽ നിന്ന് പറഞ്ഞതാ. ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന വിശ്വാസികൾക്ക് അത് വേണം. അത് ഗസയിലാണെങ്കിലും അത് തന്നെ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി ഇന്ത്യയിലാണെങ്കിലും അത് തന്നെ നമ്മുടെ മുമ്പിലുള്ളൂ. ലോകത്തെവിടെയാണ് മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ നോക്കുമ്പോ ആയുധങ്ങൾ അവരുടെ കയ്യിലാണ്, സൈനികർ അവരുടെ കയ്യിലാണ്, ഭരണകൂടം അവരുടെ കയ്യിലാണ്, ഇവിടത്തെ അക്ഷരങ്ങൾ, ഓരോ മാധ്യമങ്ങളെല്ലാം മുഴുവനും അവരുടെ കയ്യിലാണ്. അങ്ങനെ എല്ലാം അവരുടെ കയ്യിലായിരിക്കുമ്പോ നമുക്കിനി എങ്ങനെയാണ് മോചനം ഉണ്ടാവുക? ഭൂരിപക്ഷം അവരാണ്, അധികാരം അവരുടെ കയ്യിലാണ്. ഇനി മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് ഭാവി ഉണ്ടാവുക എന്ന് നമ്മൾ ഭയപ്പെടുന്ന നിമിഷങ്ങളിൽ എന്തുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ കഴിയുന്നില്ല? നമുക്ക് അള്ളയുണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം അവരുടെ കയ്യിലായിരിക്കുമ്പോഴും അതിനൊക്കെ മീതെ നിൽക്കുന്ന ഒരു ശക്തി അത് നമ്മുടെ കൂടെയല്ലേ ഉള്ളത്? അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമ്പോ നമ്മുടെ എഡ്ജാണ്, നമുക്കാണ് മുൻതൂക്കമുള്ളത്. നമ്മുടെ തട്ട് താണ് തന്നെ ഇരിക്കൂ. അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന ആ വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസം നമുക്ക്. ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി ഫറോവ,
ഏറ്റവും വലിയ സ്വേച്ഛാധിപതി, ഏറ്റവും വലിയ ക്രൂരന്മാരായ അക്രമികളായ സമൂഹത്തെ സൈനികരാക്കി മാറ്റിയിട്ടുള്ള ഒരു തെമ്മാടി ഫറോവ. അയാളെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ അങ്ങനെ സംസാരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പീഡകൻ, ഏറ്റവും വലിയ മർദ്ദകൻ, അത്രയും വലിയ ക്രൂരനായ ഒരു സ്വേച്ഛാധിപതി കടന്നു പോയിട്ടുള്ള ചരിത്രത്തിൽ ആ വ്യക്തിയുടെ പേര് എടുത്തെടുത്ത് പറയുന്നത് ഖുർആൻ. അത്ര വലിയൊരു സ്വേച്ഛാധിപതി, അയാളുടെ ഏറ്റവും വലിയ സൈനികരെ വംശീയമായ ചിന്താഗതികൾ സമൂഹത്തിൽ കുത്തിനിറച്ചിട്ട് വർഗീയ വിദ്വേഷം പടർത്തി സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കിയിട്ട് ഒരു സമൂഹത്തെ, ഒരു സമൂഹത്തെ ഒന്നടങ്കം തന്റെ ചുൽപ്പടിയിൽ നിർത്തി കിബുത്തി സമൂഹത്തെ, പാരമ്പര്യ അവകാശവാദികൾ നമ്മളാണ്, ഈ മുസ്ലിമിന്റെ അധികാരികളും അവകാശികളും ഞങ്ങളാണ്, അതുകൊണ്ട് വരുത്തന്മാരായ കടന്നുകൂടിയിട്ടുള്ള എംബോക്കികളായ ബനീ ഇസ്രായേലുകൾക്കെതിരെ നമ്മൾ അണിനിരക്കണമെന്നൊരു വംശീയമായ ചിന്താഗതി ഒരു സമൂഹത്തിൽ ലിപ്തമായി കുത്തിയിറക്കിയിട്ട് ബനൂ ഇസ്രായേലുകളെ പെണ്ണുങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ബനൂ ഇസ്രായേലുകളെ കുട്ടികളെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ് കിബുത്തി സമൂഹം, ആ സമൂഹത്തിന്റെ വലിയൊരു കടൽ പോലെയുള്ള സൈനികരുമായി കടന്നു വന്നു. മൂസ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും ചെങ്കടലിൽ മുമ്പിൽ തളച്ചിട്ടു. ഒരു ഭാഗത്ത് ചെങ്കടലും ഇരച്ചു നിൽക്കുന്ന ചെങ്കടലും, മറുഭാഗത്ത് ഇരച്ചു തുമിച്ചു വരുന്ന ഫറോവയുടെ കിബുത്തി സംഘത്തിന്റെ സൈന്യവും. നടുക്ക് പെട്ടുപോയപ്പോ ഞങ്ങൾ പെട്ടുപോയി, മൂസ കൊണ്ടുപെടുത്തിയല്ലോ നീ എന്ന്. മൂസ നബി, താങ്കൾ നമ്മളെ കൊണ്ടുവന്ന് പെടുത്തിയല്ലോ, എങ്ങോട്ട് ചെങ്കടലിൽ ചാടണോ അതേ ഈ വാളുകൾക്കിരയാകണോ എന്ന്. അവിടെ മൂസ നബിക്ക് എന്ത് മറുപടിയുള്ളത്? എന്ത് മറുപടിയാ പറയാൻ കഴിയുക? ഒരു സമൂഹം മുഴുവൻ തന്നിലേക്ക് വലിച്ചുകൊണ്ടിട്ട് നീ കാരണം ഞങ്ങൾ നശിച്ചല്ലോ എന്ന് പറയുന്ന നിമിഷത്തിൽ പോലും മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത് കല്ലാ ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന്. അതാ മൂസ നബി പറഞ്ഞത്. നിങ്ങൾ എന്താ കണക്കാക്കുന്നത്? ഈ ചെങ്കടലും കണ്ടു, നിങ്ങൾ ഈ സൈനികരെയും നിങ്ങൾ കണ്ടു, ഞാൻ കാണുന്നത് രണ്ടുമല്ല, എന്റെ കൂടെ റബ്ബുണ്ട് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം. ആ വിശ്വാസം ഉണ്ടാകണം നമുക്ക്. നമ്മൾ നോക്കൂ, ഇവിടെ എങ്ങനെ വിജയിക്കുക? ഈ ചെറുസംഘം, അത് ഭീരുക്കളായ ബനൂ ഇസ്രായേലുകളായ ചെറുസംഘം, നിരായുധരായ കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന, വയോധികരും ദുർബലടങ്ങുന്ന ഒരു സമൂഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാം എങ്ങനെ ജയിക്കും? ജയിക്കാൻ കഴിയില്ല. വരും നമുക്ക് മരണം ഭരിക്കാം എന്നല്ല മൂസ നബി പറഞ്ഞത്. നമുക്കിവിടെ കീഴടങ്ങാമെന്നല്ല മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞത്. എന്നാ മൂസ നബി പറഞ്ഞത്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണും, നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്ന്. റബ്ബുണ്ടായിരുന്നു, അവിടെ റബ്ബുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തേറ്റവും വലിയ സ്വേച്ഛാധിപതി ആ സമുദ്രത്തിൽ മുങ്ങി മരിച്ചതും നിർബലരായ ബനൂ ഇസ്രായേലുകൾ രക്ഷപ്പെട്ടു മുന്നേറിയതും. അവിടെയാണ് വിജയം വരുന്നത്. റബ്ബ് കാര്യങ്ങൾ സമർപ്പിക്കാൻ കഴിയേണ്ടത് നമുക്ക് അത്ര ആത്മാർത്ഥമായിട്ട് മൂസ നബി അലൈഹി സ്വലാം സമർപ്പിച്ചതുപോലെ. പ്രതിസന്ധികൾ വരുമ്പോ ഒന്നിനു പിറകെ ഒന്നായി വിശ്വാസികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ ഈ തവക്കുലി നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ. അള്ളാഹുൽ കാര്യങ്ങൾ സമർപ്പിക്കണം. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് വിശ്വാസികളെ നേരിടാൻ വേണ്ടിയിട്ട് കൂട്ടം കൂട്ടമായി മക്കയിലെ മുശ്രിക്കുകൾ വന്നു. ബദറിന്റെ വൈരാഗ്യം കൊണ്ട്, ബദറിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിട്ട് അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നന്നാസ് ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾ ചിന്തിക്കാത്ത അത്രയും വലിയ സൈനികരാണ് വന്നിരിക്കുന്നത്, ഭയക്കണം നിങ്ങൾ. ജനങ്ങൾ അങ്ങനെ പറഞ്ഞത്. വന്നിരിക്കുന്ന സൈനികരുണ്ടല്ലോ, വന്നിരിക്കുന്ന സൈനികര് നിങ്ങൾ കണക്കാക്കുന്നത് പോലെയുള്ള ബദറിന്റെ ശുഷ്കിച്ച കണക്കല്ല ഇത്. ഇത് പ്രതികാരദാഹികളായ ആയിരക്കണക്കിന് മനുഷ്യർ വന്നിട്ടുണ്ട് എന്ന്, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നതുകൊണ്ട് ഫഖ്ശൗഹും, നിങ്ങൾ ഭയപ്പെടണമെന്ന്, ഫസാദഹും ഈമാന. എന്ന സത്യത്തിൽ ആ സംസാരം അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവരെന്താ പറഞ്ഞെന്നറിയുമോ? അവര് ആയിക്കോട്ടെ, ആയിരങ്ങൾ ഉണ്ടാകട്ടെ, നമുക്ക് അല്ലാഹു ഉണ്ട് എന്ന്, നമുക്ക് അല്ലാഹു ഉണ്ട് എന്ന്. ഇതാ ഉഹുദിൽ പറഞ്ഞുകൊണ്ടിറങ്ങിയത് വിശ്വാസികള്. അവർ ശക്തരാണ് എന്ന് പറയുമ്പോ, അവർ നമുക്ക് ജയിക്കാൻ കഴിയാത്ത വിധം ആളെണ്ണം അവരുണ്ട് എന്ന് പറയുമ്പോ അവർക്ക് ഈമാൻ വർദ്ധിച്ചു. അവർ ശക്തരാണ് എങ്കിൽ അല്ലാഹു നമ്മളോടൊപ്പം ഇറങ്ങി വരും, കൂടെ നിൽക്കും, റബ്ബുണ്ട് നമുക്ക് എന്ന്. അല്ലാഹുവിൽ കാര്യങ്ങൾ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു, റബ്ബ് മതി നമുക്കെന്ന് പറഞ്ഞ വിശ്വാസികളുടെ വീര്യമുണ്ടല്ലോ, അതാണ് അവസാനം വരെ വിശ്വാസികൾക്ക് വേണ്ടത്. എവിടെ നോക്കൂ, എതിർക്കാൻ നമ്മൾ എതിർ ശബ്ദങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല, ജനഹിതം അംഗീകരിക്കപ്പെടുന്നില്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമായ മുസ്ലിം സമുദായം 20 കോടി എന്ന് പണ്ട് മുതലേ പറയുന്ന കണക്കാ. ഇവിടെ ജനസംഖ്യാനുപാതം അനുസരിച്ച് ജാതി വ്യവസ്ഥയിലുള്ള ഒരു സർവേ നടന്നിട്ട് കാലങ്ങളായിട്ടുണ്ട്. ഇന്ത്യയിൽ 14% എന്ന് പറഞ്ഞത് 90 കോടി ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് വലിയ കണക്കുകൾ പറയപ്പെട്ടു. പക്ഷേ 140 കോടി ഇന്ത്യൻ ജനതയിൽ എത്ര കോടി മുസ്ലിമീങ്ങളുണ്ട് എന്ന് കണക്കില്ല. 30 കോടിയിലേറെ വരാവുന്ന മുസ്ലിം സമൂഹം, ആ സമൂഹത്തിന്റെ വികാരങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഹിതങ്ങൾക്കോ യാതൊരു താല്പര്യവും നൽകാതെ തികച്ചും ഏകപക്ഷീയമായ ഈ സമുദായത്തിനെതിരെ നടപടികളുമായി ഈ സമൂഹം കടന്നു പോകുമ്പോ, ഇവിടുത്തെ ഭരണകൂടങ്ങൾ ചലിപ്പിക്കുമ്പോ
അതിന് ന്യായമായി പ്രതിഷേധിക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ജനഹിതം ജനാധിപത്യ സംവിധാനത്തിലൂടെ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കാം. വഖഫ് ബില്ല് പാസ്സാക്കി ഭേദഗതി വരുത്തി. ആ ഭേദഗതി എന്നുള്ളത് തികച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അത് മുസ്ലിം സ്വത്തുക്കളുടെ മേലൊരു കടന്നുകയറ്റമാണ്. ഭരണകൂടത്തിന്റെ കടന്നുകയറ്റം ദേവസ്വം ബോർഡുണ്ടല്ലോ, ചർച്ചിന്റെ സംവിധാനങ്ങളുണ്ടല്ലോ, മറ്റ് മതവിശ്വാസങ്ങളുടെ മേലുള്ള പദ്ധതികളുണ്ടല്ലോ. അവിടെ എങ്ങും കടന്നു കയറിയിട്ടില്ല. ആ സ്വത്തുക്കളിൽ ആധിപത്യം വേണ്ട, ആ സ്വത്തുക്കളിൽ മറ്റു മതസ്ഥരുടെ പങ്കാളിത്തം വേണ്ട. അതിന് നടത്തിപ്പുകളിൽ ദേവസ്വം ബോർഡിനകത്തൊരു മുസ്ലിമിനെ അല്ലെങ്കിൽ ക്രൈസ്തവനെ ഇല്ല, നിബന്ധനകൾ കൊണ്ട് തന്നെ തടഞ്ഞിട്ടുണ്ട്. അത് പാടില്ല. ന്യായം, നല്ല കാര്യം. ദേവസ്വം ബോർഡ് അത് അവരുടെ വിശ്വാസമാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ ആലോചിക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന, അത് മനസ്സിലാക്കുന്ന വ്യക്തികൾ തന്നെയാണല്ലോ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് ന്യായമായ കാര്യമായിരിക്കുമ്പോ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ മാത്രം ഈ മുസ്ലിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഇരട്ടത്താപ്പുകൾ ഒരുപാട് അവരുടെ സംഭരണങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ന്യൂനപക്ഷ സംഭരണത്തിൽ മുസ്ലിം കോട്ടകൾ വെട്ടിമുറിച്ചു. ഉള്ള സംഭരണങ്ങൾ പോലും ലഭ്യമാകുന്നില്ല. മറ്റു മതങ്ങൾക്ക് ജാതി അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? അവർക്ക് സംഭരണങ്ങൾ കൊടുക്കുന്നു. ഓരോ ജാതിക്കും ഓരോ സംഭരണമാണ്. ക്രൈസ്തവർക്ക് പോലും ജാതി അടിസ്ഥാനത്തിൽ സംഭരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കത്തോലിക്കയ്ക്ക് വേറെ, സീറോ മലബാർ സഭയ്ക്ക് വേറെ, ഓരോന്നും സംഭരണങ്ങൾ വ്യത്യസ്തമാക്കി ജാതി വ്യവസ്ഥയിൽ കൊടുക്കുമ്പോ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. അങ്ങനെ മുജാഹിദിന് വേറെ, ജമാഅത്തിന് വേറെ, തൗഹീദ് ജമാഅത്തിന് വേറെ, അങ്ങനെയൊന്നും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. കോമൺ മുസ്ലിമീങ്ങൾക്ക് പൊതുവിലൊരു സംഭരണം കൊടുത്തിട്ടുണ്ട്. അതുപോലും കിട്ടുന്നില്ല. ഉള്ളതുപോലും കിട്ടാത്ത അവസ്ഥയിൽ പോലും ഉള്ളതെല്ലാം വെട്ടിമുറിച്ചിട്ട് ഈ സമൂഹത്തോട് അനീതി കാണിക്കുകയാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് മുസ്ലിം പൊതുസ്വത്ത് വഖഫിന്റെ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റത്തിന് വേണ്ടി ഈ ബില്ല് ഭേദഗതി ചെയ്തത് എത്ര അക്രമമാണ്, എത്ര അരാജകത്വമാണ്. അതുപോലെ അരാജകത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ്. ഇത് വഖഫ് എന്ന് കണക്കാക്കിയാൽ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നാളെ ഈ ബില്ല് ഭേദഗതി ചെയ്തില്ലെങ്കിൽ നാളെ ആർക്കും വന്നിട്ട് ഏത് പ്രോപ്പർട്ടിയും അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് വെട്ടിപ്പിടിക്കാൻ കഴിയും. ഈ രാജ്യം തന്നെ വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കാൻ കഴിയുമെന്നുള്ള വീരവാദങ്ങളും ഗീർവാണങ്ങളും നുണക്കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ വഖഫ് എന്ന് പറയുമ്പോൾ പൊതുസ്വത്തുകൾ വഖഫാക്കാൻ പാടില്ല. രാജ്യത്തിന്റെ പൊതുസ്വത്ത് വഖഫാക്കാൻ വ്യവസ്ഥയില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്. അതുകൊണ്ട് തന്നെ വഖഫ് എന്നുള്ളത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. എന്റെ മിൽക്കിയത്തിൽ എന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു എനിക്ക് വഖഫ് ചെയ്യാം. ആരാധനാലയത്തിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, മറ്റു ഏതെങ്കിലും ആതുര സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മറ്റേതെങ്കിലും മേഖലയിൽ ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എനിക്ക് വഖഫ് ചെയ്യാം. ഞാൻ എന്റെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വസ്തു വഖഫ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് വഖഫ് ബോർഡിന് കീഴിലേക്ക് പോകുന്നത്. അല്ലാതെ രാജ്യത്ത് ആരെയും കടന്നുറങ്ങുമ്പോൾ സർവേക്കല കൊണ്ടിട്ടിട്ട് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. അത് വെറും നുണക്കഥകളാണ്. നുണകൾ പറഞ്ഞു പിടിപ്പിച്ചിട്ട് ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇത് തികഞ്ഞ അരാജകത്വവും അനീതിയുമാണ്. ഇതിനെതിരെ ന്യായമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം രാജ്യത്തെ വ്യാപകമായി. നല്ല കാര്യമാണ്. പക്ഷെ അതൊക്കെ ഏതർത്ഥത്തിൽ എത്രത്തോളം വിജയിക്കും, ഏതർത്ഥത്തിൽ എവിടം വരെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതൊക്കെ ഒരുപാട് ആലോചിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് പിന്നാമ്പുറത്ത് ഒരുപാട് ചർച്ചകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ഈ സമുദായത്തിന്റെ കാലയളവിൽ ഈ സമുദായത്തിനെതിരെ നടന്നിട്ടുള്ള അനീതികൾക്കെതിരെയുള്ള സമരങ്ങളൊക്കെ അവസാനം എവിടെ ചെന്ന് അവസാനിച്ചു, ഏത് ചവറ്റുകുട്ടയിലാണ് നമ്മളുടെ ഒപ്പുശേഖരങ്ങൾ എത്തിപ്പെട്ടത് എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതൊക്കെ വേറൊരു മേഖലയാണ്. അതിലൊക്കെ ഈ ഉമ്മത്തിന്റെ നേതൃത്വങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. സമുദായ സംഘടനാ നേതാക്കന്മാർക്ക് വലിയ ബാധ്യതയുണ്ട്. മടിയിൽ കനമുള്ളവരെ നേതാക്കളാക്കിയാൽ ഈ സമുദായത്തെ പണയപ്പെടുത്തലല്ലാതെ അവരുടെ മുമ്പിൽ മാർഗമുണ്ടാവില്ല. അത് നമ്മൾ ഓർത്തു വെക്കുക. എല്ലാവരും അവനവന്റെ നേതാക്കന്മാരെ വിമർശിച്ച് നന്നാക്കിയാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതൊക്കെ വേറൊരു ഭാഗമാണ്. അതിലേക്ക് പോകുന്നില്ല. ഈ സമരങ്ങൾ അതിന്റെ ഒരു വിധത്തിൽ പൊതു സമൂഹത്തിന് അത് താല്പര്യമില്ല. അവരെന്ത് ചെയ്യുക, പഴയ ഒരു പരിഷ്കരണത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ കോർട്ടുകളെ ധരിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ അവസാന വാക്ക് മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ സംരക്ഷിച്ചു പഠിക്കാനുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഒരുമിക്കേണ്ടതുണ്ട്. അവിടെ ഒന്നാമത് വേണ്ടത് ഐക്യം കൂടിയാണ്. നമ്മൾ തവക്കുൽ, ഞാൻ എന്തുകൊണ്ട് തവക്കുലിന് മുൻഗണന കൊടുത്ത് പറയുന്നു? കാരണം ഇതൊന്നും പ്രായോഗികമല്ല. ഒരു പരിധിവരെ നമുക്കിടയിൽ ഐക്യമുണ്ടാവുക. ഒരു പൊതു പ്രശ്നം വന്നാൽ പോലും, മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഒരു പൊതുവായ പ്രശ്നം വന്നാൽ പോലും സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി വടംവലി നടത്തുകയും സ്വൈര്യമായി മുസ്ലിം പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ഐക്യത്തോടെ മുന്നേറാനുള്ള മടി കാണിക്കുകയും ചെയ്യുന്ന സംഘടനാ വിഭാഗം നിലനിൽക്കുന്നിടത്ത് എന്ത് വിജയമാണ് സമരങ്ങൾക്കുണ്ടാവുക? അതൊന്നും ലക്ഷ്യം പൂർത്തീകരിക്കില്ല. അവിടെയും വടംവലിയ, അവനവന്റെ താല്പര്യങ്ങളാ. ഓരോരുത്തരും
പ്രത്യേകം സമരങ്ങൾ വെച്ചിട്ട് സമരങ്ങളെ പോലും ദുർബലപ്പെടുത്തി ഈ സമുദായത്തിന്റെ വികാരങ്ങൾ പോലും ചോർത്തിക്കളയുന്ന ഒരു അവസ്ഥയിൽ, അവർ ധൈര്യം പോലും ചോർത്തിക്കളയുന്ന ഈ സമുദായത്തെ ഷണ്ഡീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, വളരെ കഷ്ടമാണ്. കുറെ നേതാക്കന്മാർക്ക് ചീർത്ത് വീർക്കാമെന്നല്ലാതെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സമുദായത്തിനോട് കടമപ്പെട്ടവരായി നേതൃത്വം നിൽക്കുന്നില്ല എന്നുള്ള വലിയ സങ്കടമാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെങ്കിലും ഐക്യം കൊണ്ടെടുക്കണം. നിങ്ങൾ ഐക്യപ്പെടൂ, വിശ്വാസികൾ ഐക്യപ്പെടും. മുസ്ലിം പൊതുവിഷയങ്ങളെങ്കിലും നിങ്ങൾ ഐക്യത്തോടെ ബലത്തോടെ നിൽക്കൂ, അല്ലാതെ നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന്. കാറ്റ് തുറന്നു വിട്ട ബലൂണുകളെ പോലെ നിങ്ങളായി പോവില്ലേ എന്ന്. നിങ്ങൾ കാറ്റ് തന്നെ പോവില്ലേ? നിങ്ങൾ ഈ കുമള പോലെ വീർത്ത് നിൽക്കുന്നതിന്റെ കാര്യം നിങ്ങളുടെ ആ കൂട്ടായ്മയാണ്. അതുപോലെ നിങ്ങൾ ചിതറിപ്പോയി കഴിഞ്ഞാൽ ആ കാറ്റുകൂടി അങ്ങ് പോവില്ലേ? പിന്നെന്ത് പ്രസക്തിയാ മുസ്ലിമീങ്ങൾ നിങ്ങൾക്കുള്ളത് എന്ന് ആദർശത്തിന്റെ ചരട് കോർത്തിണക്കിയ വിശ്വാസികളായി ഐക്യത്തോടെ നിൽക്കാൻ വിശ്വാസികൾ കഴിയണം. സഫിൽ നിൽക്കുന്നത് പോലെ ഒരു പൊതുവിഷയം വരുമ്പോൾ ഓരോ സഫിൽ നിൽക്കുന്നത് പോലെ ഐക്യപ്പെടാൻ കഴിയണ്ടേ നമുക്ക്? അത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അതൊക്കെ കൂട്ടിയാൽ കൂടുതൽ ഒരു പരിധിവരെ അതൊക്കെ പ്രായോഗിക രംഗത്ത് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാം ഏതുമായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലും പടച്ചവൻ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ടല്ലോ, ആ തവക്കുൽ നമുക്ക് രക്ഷ കൊണ്ടുവരും. അള്ളാഹുൽ കാര്യങ്ങൾ സമർപ്പിക്കാൻ കഴിയണം. ആ റബ്ബിനെ തവക്കുലാക്കിക്കൊണ്ടല്ലാതെ നമുക്ക് ലോകത്തൊരു വിജയവും കടന്നു വരാൻ പോകുന്നില്ല. യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് വിറയുണ്ടാകുന്നവരും അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരും അതോടൊപ്പം തന്നെ അല്ലാഹുൽ കാര്യങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവരുമാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുൽ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടം, തൗഹീദിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആദർശത്തിന് വേണ്ടി ആ മനുഷ്യൻ നടത്തിയിട്ടുള്ള ഒറ്റയാൾ പോരാട്ടത്തിന്റെ ചരിത്രം വലിയ തോതിൽ വിശദീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ. നമുക്കതുകൊണ്ട് തന്നെ വലിയ പരിചയമുള്ള ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെത്. അദ്ദേഹം തൗഹീദി പ്രബോധന രംഗത്ത് അനുഭവിച്ച ഏറ്റവും ക്ലേശകരമായ ഒരു ഘട്ടം, ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അദ്ദേഹത്തിന് തീക്കുണ്ടത്തിലേക്ക് എറിയാൻ പോയ നിമിഷം എന്നുള്ളത്. എല്ലാം കഴിഞ്ഞു, ഇവിടെ അവസാനിക്കുകയാണ് ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ചുറ്റും നിൽക്കുന്നവർക്ക് പോലും തോന്നിപ്പോയ ഒരു നിമിഷത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന്. ഇബ്രാഹിം എന്ന ആ അധ്യായം തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ അള്ളാഹുൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ വിശ്വാസം ഒരാളെ കൊണ്ട് പോലും ഏറ്റെടുപ്പിക്കാൻ കഴിയാതെ, ഒരാളെ കൊണ്ട് പോലും വിശ്വസിപ്പിക്കാൻ കഴിയാതെ ഒരു പരാജിതനായ ഇബ്രാഹിം ലോകത്തോട് വിട പറയുന്നു എന്ന് തോന്നിയ നിമിഷത്തിലും അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് അള്ളാഹു ഉണ്ട് എന്നാണ്. വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു തന്നെയാണ്, ഞാൻ എൻ്റെ റബ്ബിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ നമ്മൾ അഗ്നികുണ്ഡത്തിൽ നിന്ന് ജീവനോടെ ഒരു പോറൽ പോയിട്ട് ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുറത്തേക്ക് വരുന്ന ചരിത്രം പിന്നെ കാണുന്നത്. യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ അമ്മാർ കമാ കുന്ത അലാ ഇബ്രാഹിം എന്ന്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ട് അദ്ദേഹത്തെ ചുട്ടുപൊള്ളിക്കുന്ന കാഴ്ച കണ്ട് റസൂൽ നടത്തിയ പ്രാർത്ഥന, റസൂൽ നടത്തിയ പ്രാർത്ഥനയുണ്ട്, തീയെ നീ ഇബ്രാഹിമിനോട് പെരുമാറിയതുപോലെ അമ്മാറിനോടൊന്ന് പെരുമാറുമോ എന്ന്. തീയെ നീ ഇബ്രാഹിമിനോട് പെരുമാറിയതുപോലെ അമ്മാറിന് നീ തണുപ്പാകണേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്ര ഈ അള്ളാഹുവിന്റെ അനുഗ്രഹം, ഈ തീയുടെ പൊതുവായ സ്വഭാവം തന്നെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. എന്താ തീ എന്നുള്ളത്? അത് ചൂരാണ്. അതൊക്കെ അള്ളാഹു എന്ത് ചെയ്ത് മാറ്റിയിട്ട് അതിനെ തണുപ്പാക്കി മാറ്റിയ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കർത്തവ്യം, വിശ്വാസം, അദ്ദേഹത്തിന് സമർപ്പണം, ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിലും നമ്മൾ വാടിപ്പോകാൻ പാടില്ല, തളർന്നു പോകാൻ പാടില്ല. അത് വ്യക്തിപരമായ പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, അപമാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ പരാജയങ്ങളാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, അല്ലെങ്കിൽ സമുദായം പൊതുവിൽ അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയാകട്ടെ, ഏത് സാഹചര്യത്തിലും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു നമുക്കൊപ്പമുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാനും പടച്ചവനിൽ കാര്യങ്ങൾ